നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വരുന്ന HSA അതുപോലെ തന്നെ K-TET പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത്. നമുക്കറിയാം ഈ രണ്ട് പരീക്ഷകളിലും ഗ്രാമർ സൈഡിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക. ഗീത ഈസ് റൈറ്റിംഗ് ആൻ essay ഡാഷ് ദ ന്യൂ എക്കണോമിക് പോളിസി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂ എക്കണോമിക് പോളിസി എന്ന വിഷയത്തിൽ ഗീത എന്ത് ചെയ്യുന്നു, ഒരു essay എഴുതുന്നു എന്നാണ്. അപ്പൊ ഇവിടെ അറ്റാണോ, ഓണാണോ, വിത്ത് ആണോ, ടു ആണോ വരേണ്ടത്? നമുക്കറിയാം ദി ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നതാണ് ഒരു വിഷയമാണല്ലോ, ഒരു ടോപ്പിക്കാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ഓൺ ആയിരിക്കണം. ഇതാണ് ഓൺ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഏത്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ. അപ്പൊ ഗീത ഈസ് റൈറ്റിംഗ് ആൻ essay ഓൺ ദ ന്യൂ എക്കണോമിക് പോളിസി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രഘു ഹാസ് ബീൻ വർക്കിംഗ് ഹാർഡ് ഫോർ 2 weeks ആൻഡ് ഈസ് ഡാഷ് ടൈഡ്. ഉദ്ദേശിക്കുന്നത് രഘു 2 ആഴ്ചയായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. അതുമല്ല, അദ്ദേഹം എന്തുകൂടാണ്, വളരെ ക്ഷീണിതനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ക്ഷീണിതനാണെന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആഫ്റ്റർ വരുമോ, ഓൺ വരുമോ, ഓവർ വരുമോ? ഇന്നാണ്. നമ്മളെങ്ങനെയാ പറയാം? ആഫ്റ്റർ ടയർഡ് എന്ന് പറയുമ്പോൾ അതോ ഓൺ ടയർഡ് എന്നാണോ പറയുന്നത്, അതോ ഇൻ ടയർഡ് എന്നാണോ, അതോ ഓവർ ടയർഡ് എന്നാണോ പറയുന്നത്? നമ്മളെങ്ങനെ പറയത്തുള്ളൂ? ഓവർ ടയർഡ് എന്നേ പറയത്തുള്ളൂ, അതിക്ഷീണിതൻ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി മേഡ് മീ ഡാഷ് ഡാൻസ്. ഇവിടെ ഏത് വരും? ടു വരുമോ, ബൈ വരുമോ, ഇൻ വരുമോ, അതോ നൺ ഓഫ് ദീസ് ആണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെയ്ഡ് അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ ലെറ്റ്, ഓക്കെ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അതായത് മേക്ക്, ഹെൽപ്പ്, ലെറ്റ് എന്നിവയുടെ വിവിധ രൂപങ്ങൾ വരാം, ടെൻസ് ഫോമുകളൊക്കെ വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു വെർബ് വന്നിട്ട് അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ പിന്നീട് വരേണ്ട വെർബ് എങ്ങനെയുള്ള വെർബ് ആയിരിക്കണം? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്തോ യഥാർത്ഥ രൂപം, V1 ഫോം. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു ചേർന്ന് വന്ന ഇൻഫിനിറ്റീവ്. അപ്പൊ 2 ഇൻഫിനിറ്റീവ്സ് ആണുള്ളത്. ഇവിടെ നമ്മൾ എന്തേ വരാവൂ? ബെയർ ഇൻഫിനിറ്റീവ് വരാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന വെർബിന് തൊട്ടു മുമ്പ് ഒരു പ്രിപ്പോസിഷനും വേണ്ട. എന്താ കാരണം? ഇവിടെ മേഡ് എന്ന് വന്നതുകൊണ്ട്. മേഡെന്നോ അല്ലെങ്കിൽ ഹെൽപ്ഡെന്നോ അല്ലെങ്കിൽ ലെറ്റെന്നോ ഒക്കെ വരികയാണെങ്കിൽ അതിനുശേഷം ഒരു ഒബ്ജക്റ്റും കൂടെ വരികയാണെങ്കിൽ നമ്മൾ പിന്നെ അതിനുശേഷം ഒരു വെർബിന് തൊട്ടു മുമ്പിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദീസ് എന്നാണ്. അതാണ് നൺ ഓഫ് ദീസ്. അപ്പൊ ഹി മേഡ് മീ ഡാൻസ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാവർക്കും ഒരു 2 വന്നാൽ കൊള്ളാം എന്ന് തോന്നും. അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെ എല്ലാവരും 2 എഴുതാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ട. ഹി മേഡ് മീ ഡാൻസ് അല്ലെങ്കിൽ ഹി ഹെൽപ്ഡ് മീ ഡാൻസ്, ഹി ലെറ്റ് മീ ഡാൻസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The minister expressed his concern dash the people affected by the floods. അപ്പൊ ഇവിടെ എന്ത് വരും? 4 ആണോ, ഓവർ ആണോ, ഓൺ ആണോ, ടു ആണോ? ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓവർ ആയിരിക്കും. ഓവർ എന്നേ പറയത്തുള്ളൂ. ഇവിടെ the minister expressed his concern over the people affected by the floods. ഇതാണ് കറക്റ്റ് ആൻസർ. ഓവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം. You must abstain dash smoking.
അതായത് നിങ്ങൾ സ്മോക്കിംഗിൽ നിന്ന് ഒഴിവാകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം എന്നർത്ഥത്തിലാണ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? അബ്സ്റ്റെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരേണ്ടത്? അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് വരേണ്ട പ്രപ്പോസിഷൻ ഏതായിരിക്കണം? ഫ്രം ആയിരിക്കും. എന്തായിരിക്കണം? ഫ്രം. അബ്സ്റ്റെയിൻ ഫ്രം എന്നാണ് പറയുക. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ യു മസ്റ്റ് അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് വെരി നൈസ് ഡാഷ് യു ടു ഹെൽപ്പ് മീ. ഇവിടെ വിത്ത് വരുമോ, ഇൻ വരുമോ, ഓഫ് വരുമോ, എബൌട്ട് വരുമോ? എന്ത് വരും? ഇപ്പൊ ഇവിടെ എന്താ വരിക? ഓഫ് ആയിരിക്കും. എന്താണ്? ഓഫ്. ഇറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു ടു ഹെൽപ്പ് മീ. അതായത് നൈസ് എന്ന് പറയുന്ന വാക്കും അതിനുശേഷം ഡാഷ് വന്നിട്ട് ഇതുപോലെ യു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് രൂപത്തിലുള്ള പ്രൊനൗൺ വരികയാണെങ്കിൽ, ഇപ്പൊ അസ്, ഹെർ, യു എന്നൊക്കെ വരുമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ പിന്നെ വരേണ്ട പ്രപ്പോസിഷൻ ഏതായിരിക്കണം? ഓഫ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കണം? ഓഫ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ. ഇവിടെ നമ്മൾ പ്രിപ്പോസിഷൻ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചാ? ഈ പ്രിഫേഴ്സ് എന്ന് പറയുന്ന വാക്കിനെ ആശ്രയിച്ചുകൊണ്ട്. പ്രിഫർ അല്ലെങ്കിൽ പ്രിഫേഴ്സ് അല്ലെങ്കിൽ പ്രിഫേർഡ് എന്നൊക്കെ വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ടു ആയിരിക്കണം. എന്തായിരിക്കണം? ടു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ടു ആണ്. അപ്പൊ സീമ പ്രിഫേഴ്സ് സാരി ടു ചുരിദാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എവരി സിറ്റിസൺ ഷുഡ് അബൈഡ് ഡാഷ് ദ ലോസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടെ അബൈഡ് എന്ന് പറയുന്ന വാക്കിനെ ആശ്രയിച്ചാണ് നമ്മളുടെ പ്രപ്പോസിഷൻ എഴുതേണ്ടത്. അബൈഡിന് ശേഷം വരേണ്ട പ്രപ്പോസിഷൻ എന്തായിരിക്കണം? ബൈ ആയിരിക്കണം. നമ്മൾ അബൈഡ് ബൈ എന്നാണ് വരേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹീസ് ബെൻഡ് ഡാഷ് മിസ്ചീഫ്. ഫോർ ആണോ, ഇൻ ആണോ, ഓൺ ആണോ, വിത്ത് ആണോ? ഓൺ ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്തായിരിക്കും? ഓൺ. പിന്നെ വരും ഹീസ് ബെൻഡ് ഓൺ മിസ്ചീഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഓൺ ആണ് ഇവിടെ ശരിയായി വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഡാഷ് യുവർ കണ്ടക്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റെസ്പോൺസിബിൾ എന്ന് പറയുന്ന വാക്കിന് ശേഷം എന്തായിരിക്കും വരേണ്ടത്? ഫോർ ആയിരിക്കണം വരേണ്ടത്. ഇതാണ് ഫോർ. റെസ്പോൺസിബിൾ ഫോർ എന്നുള്ളതാണ് വരേണ്ടത്. ഇവിടെ കറക്റ്റ് ആൻസർ ഫോർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, fill in the blanks with the proper preposition. He pointed dash the tree. ഇൻ ആയിരിക്കുമോ, ഓൺ ആയിരിക്കുമോ, അറ്റ് ആയിരിക്കുമോ, അപ്പ് ആയിരിക്കുമോ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? പോയിന്റ് മീൻസ് എന്താ? ചൂണ്ടിക്കാണിക്കുക എന്നർത്ഥം. എവിടെയാണ് ട്രീ? അപ്പം ട്രീ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഒരു സ്ഥലമാണ്, ഒരു പ്ലേസ് ആണ് അല്ലെ? ഒരു പ്രത്യേക ഒരു പോയിന്റിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തായിരിക്കും വരേണ്ടത്? അറ്റ് ആയിരിക്കണം വരേണ്ടത്. ആണ് അറ്റ്. അപ്പൊ ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ എന്നുള്ളതാണ് കറക്റ്റ് വരിക. അറ്റാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി ടേക്സ് പ്രൈഡ് ഡാഷ് ഹിസ് സൺ. ഓഫ് വരുമോ, ഇൻ വരുമോ, എബൌട്ട് വരുമോ, ഫോർ വരുമോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പ്രൗഡ് എന്നായിരുന്നെങ്കിൽ PROUD പ്രൗഡ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഓഫ് എന്ന് എഴുതാൻ പറ്റും. എന്നാൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? പ്രൈഡ് ആണ്. അങ്ങനെ പ്രൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വരേണ്ടത്? ഇന്നാണ് വരേണ്ടത്. എന്താണ്? ഇൻ. അപ്പൊ അങ്ങനെ വരും ഹി ടേക്സ് പ്രൈഡ് ഇൻ ഹിസ് സൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വി ട്രാവൽഡ് ഡാഷ് കാർ. ട്രൂ ആണോ, ഇൻ ആണോ, ബൈ ആണോ, ഓൺ ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു വാഹനമാണ്. അപ്പൊ വാഹനത്തിൽ തൊട്ടു മുമ്പിൽ, അതായത് ഈ വാഹനത്തിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതകളോ സ്പെസിഫിക്കേഷനോ ഒന്നും ഇല്ലാതെ ഒരു വാഹനം എടുത്ത് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ട്രാൻസ്പോർട്ടേഷനെ സൂചിപ്പിക്കുമ്പോൾ, ട്രാവലിന് എന്താ? സഞ്ചാരം അല്ലേ? അപ്പൊ അങ്ങനെ സഞ്ചാരത്തെ സൂചിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഏതൊരു വാഹനമായാലും ആ വാഹനത്തിന് തൊട്ട് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ എന്തായിരിക്കണം? ബൈ ആയിരിക്കണം. എന്താണ്? ബൈ. അങ്ങനെ വരും വി ട്രാവൽഡ് ബൈ
കാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഷീ ഹാസ് നോട്ട് ടേസ്റ്റ് ഡാഷ് മ്യൂസിക്. ഇന്നാണോ, ഫോർ ആണോ, വിത്ത് ആണോ, അറ്റ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടേസ്റ്റ്, ടേസ്റ്റിന് ശേഷം വരേണ്ട പ്രപ്പോസൽ എന്തായിരിക്കണം? ഫോർ ആയിരിക്കണം. അതാണ് ഫോർ. ടേസ്റ്റ് ഫോർ മ്യൂസിക് എന്നുള്ളതാണ്. ഷീ ഹാസ് നോ ടേസ്റ്റ് ഫോർ മ്യൂസിക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കവിത ഈസ് എൽഡർ ഡാഷ് സുമിത. ദാൻ ആയിരിക്കുമോ, ടു ആയിരിക്കുമോ, ഓഫ് ആയിരിക്കുമോ, ടു ആയിരിക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എൽഡർ, എൽഡർ എന്ന് വരികയോ ഇൻഫീരിയർ എന്ന് വരികയോ സുപ്പീരിയർ എന്ന് വരികയോ ജൂനിയർ എന്ന് വരികയോ സീനിയർ എന്ന് വരികയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? ടു ആയിരിക്കണം. എന്തായിരിക്കണം? ടു. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എൽഡർ, സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ. ഓക്കെ, ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരേണ്ട പ്രപ്പോസിഷൻ ടു ആയിരിക്കണം. ഇവിടെ എൽഡർ ആണ്, എൽഡർ വന്നതുകൊണ്ട് ടു. ടു ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്നാൽ ഇവിടെ ഓൾഡർ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമായിരുന്നു? ദാൻ ഉപയോഗിക്കാം. എൽഡറിന് ശേഷം ടു ആണ് വരേണ്ടത്. അപ്പൊ ടു ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി വാസ് ആബ്സെന്റ് ഡാഷ് ദ ക്ലാസ്. ടു വരുമോ, വിത്ത് വരുമോ, ഫ്രം വരുമോ, ഓൺ വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആബ്സെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വരേണ്ട എന്തായിരിക്കണം? ഫ്രം ആയിരിക്കണം. ഇതായിരിക്കണം ഫ്രം. അങ്ങനെ ആയിരിക്കും ഹി വാസ് ആബ്സെന്റ് ഫ്രം ദ ക്ലാസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, യു ക്യാൻ അവെയിൽ ഡാഷ് 15 കാഷ്വൽ ലീവ് ഇൻ എ ഇയർ. ഇവിടെ എന്ത് വരും? ഇൻ വരുമോ, ഓഫ് വരുമോ, ഔട്ട് വരുമോ, നൺ വരുമോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അവെയിൽ. അവെയിൽ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ അതായിരിക്കണം? ഓഫ് ആയിരിക്കണം. ഇതാണ് ഓഫ്. പറഞ്ഞു വരും യു ക്യാൻ അവെയിൽ ഓഫ് 15 കാഷ്വൽ ലീവ് ഇൻ എ ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ വാസ് ബോൺ ഡാഷ് മുംബൈ. അറ്റ് ആയിരിക്കുമോ, ഇൻ ആയിരിക്കുമോ, ഓൺ ആയിരിക്കുമോ, ഫ്രം ആയിരിക്കുമോ? എന്തായിരിക്കും? ഇൻ ആയിരിക്കും. എന്തായിരിക്കും? ഇൻ. ഐ വാസ് ബോൺ ഇൻ മുംബൈ എന്നേ പറയത്തുള്ളൂ. നമ്മൾ അറ്റ് മുംബൈ എന്ന് പറയത്തില്ല. ബോൺ ഇൻ. എപ്പോഴും ബോൺ കഴിഞ്ഞാൽ പിന്നെ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ഐ വാസ് ബോൺ ഇൻ മുംബൈ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻ ആണ്. ഈ അടുത്ത ചോദ്യം, ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോയ്സ്. അപ്പൊ എന്താണ്? ഫോർ വരുമോ, ഓൺ വരുമോ, ബൈ വരുമോ, ഇൻ വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിവെഞ്ച് എന്ന് പറയുന്ന വാക്ക് പിന്നെ വരേണ്ട പ്രപ്പോസിഷൻ എന്തായിരിക്കണം? ഓൺ ആയിരിക്കണം. ഇതാണ് ഓൺ. ഇനി അടുത്ത ചോദ്യം, ദർ വാസ് എ ബിഗ് ക്രൗഡ് ഡാഷ് ദ മാർക്കറ്റ്. ഓൺ വരുമോ, അറ്റ് വരുമോ, ഇൻ വരുമോ, വിത്ത് വരുമോ? നമ്മൾ നോക്കാം, ഇവിടെ മാർക്കറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രത്യേക സ്ഥലമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലത്തിന് തൊട്ട് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്തായിരിക്കണം? അറ്റ് ആയിരിക്കും. ഇതായിരിക്കണം അറ്റ്. അപ്പൊ അങ്ങനെ ആയിരിക്കും കറക്റ്റ് ആൻസർ. ദർ വാസ് എ ബിഗ് ക്രൗഡ് അറ്റ് ദ മാർക്കറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഹീസ് ജലസ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ് സക്സസ്. വിത്ത് ആയിരിക്കുമോ, ഓൺ ആയിരിക്കുമോ, ഓഫ് ആയിരിക്കുമോ, ബൈ ആയിരിക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജലസ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് വരേണ്ടത്? ഓഫ് ആയിരിക്കണം വേണ്ടത്. എന്താണ്? ഓഫ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓഫ് ആണ്. ഇനി അടുത്ത ചോദ്യം, സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ഡാഷ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. ഇവിടെ എന്ത് വരും? എമംഗ് വരുമോ, ബിറ്റ്വീൻ വരുമോ, ഓൺ വരുമോ, ഇൻ വരുമോ? നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ദ വേൾഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. പ്രത്യേകിച്ച് എണ്ണമൊന്നും എടുത്ത് പറയുന്നില്ല, എത്ര പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? യമങ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. യമങ്. അപ്പം കറക്റ്റ് ആൻസർ യമങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ബോയ് ഡൈഡ് ഡാഷ് കോളറ. ബൈ ആയിരിക്കുമോ, ഫ്രം ആയിരിക്കുമോ, ഓഫ് ആയിരിക്കുമോ, ഇൻ ആയിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതെങ്കിലും അസുഖം മൂലം മരിക്കുകയാണെങ്കിൽ ഡൈ എന്ന് പറയുന്ന വെർബിന് ശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഓഫ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും ദ ബോയ് ഡൈഡ് ഓഫ് കോളറ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഗേൾ ഈസ് വെരി കീൻ
ഡാഷ് ഫോർ സൈക്ലിംഗ് ആണോ, ഇൻ സൈക്ലിംഗ് ആണോ, ഓവർ സൈക്ലിംഗ് ആണോ, ഓൺ സൈക്ലിംഗ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ കീൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ചാണെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ഓൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. സൈക്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓൺ സൈക്ലിംഗ് എന്നുള്ളതാണ്. എന്താണ്? ഓൺ സൈക്ലിംഗ്. അങ്ങനെ ഒരു ദ ഗേൾ ഈസ് വെരി കീൻ ഓൺ സൈക്ലിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഐ എക്സ്പെക്ട് മൈ ഫ്രണ്ട് ഡാഷ് ദ തേർഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. ഇവിടെ എന്ത് വരും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തിനെ പ്രതീക്ഷിക്കുന്നു അടുത്ത മാസം 3-ാം തീയതി എന്നർത്ഥത്തില്ല. അപ്പൊ അടുത്ത മാസം 3-ാം തീയതിയോട് കൂടി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനാകാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ബൈ ആണ് വരേണ്ടത്. അതാണ് ബൈ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആൻസർ ഐ എക്സ്പെക്ട് മൈ ഫ്രണ്ട് ബൈ ദ തേർഡ് ഓഫ് നെക്സ്റ്റ് മന്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രയും ചോദ്യങ്ങൾ അതിന്റെ ആൻസറും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.